നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മാവ് പൂവിട്ടതും മാങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ സമയത്ത് നല്ല നാടൻ മാങ്ങ കൊണ്ട് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാങ്ങയും മീനും നല്ല ചൂടൻ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണിത്. ആദ്യം ഒരു മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി, അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചുമന്നുള്ളി അരിഞ്ഞത്, അതായത് ഒരു 10-15 ചുമന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് ചുമന്ന് വേണം, ഒരുപാടൊന്ന് ചുമക്കണ്ട. ചുമന്നുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് മീനാണ്. 1/4 കിലോ കേര മീനാണ് ഞാൻ ചേർക്കുന്നത്. മീൻ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വേണം, അതായത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് 1 മുറി തേങ്ങയുടെ 2-ാം പാൽ. 2-ാം പാലിൽ കിടന്ന് നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കേര മീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം മീൻ വേവിച്ചത്. അല്ലെങ്കിൽ നമുക്ക് മീനും മാങ്ങയും ഒന്നിച്ച് ഇതുപോലെ വേവിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാൽ കിടന്ന മീൻ അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 2 നാടൻ മാങ്ങ ഇതുപോലെ വലുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. മാങ്ങയും മീനും വയ്ക്കുന്നതിന് മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മാങ്ങയും മീനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് 1-ാം പാലാണ്. തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നാം പാലിൽ കിടന്ന് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറിയും വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ മൺചട്ടിയിൽ തന്നെ കിടന്ന് കുറച്ചുകൂടി കുറുകി വരും.
ഇനി നമുക്ക് കടുക് താളിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ, നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. കടുക് ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചുമന്നുള്ളി, ഇനി 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, അല്പം കറിവേപ്പില. അങ്ങനെ നമ്മുടെ മാങ്ങയും മീനും റെഡിയായി. നല്ല നാടൻ മാങ്ങ മീൻ. നല്ല നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.